ഹലോ ഹായ് കുറേ നാളായി അപ്ഡേറ്റ്സ് തന്നിട്ട് ഇതിപ്പം കുടുംബശ്രീ ശാരദയുടെ നാളത്തെ ട്യൂസ്ഡേ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പം നമുക്കിന്ന് ചാനലിലേക്ക് നാളത്തെ എപ്പിസോഡ് എന്താണെന്ന് നോക്കാം. ഇത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഇഷ്ടപ്പെട്ടാൽ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇന്നലത്തെ ദിവസം അതായത് തിങ്കളാഴ്ച നമ്മൾ കണ്ടു കുടുംബശ്രീ ശാരദയ്ക്കകത്ത് എന്താണ് എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തതാണ് ശാലിനിയും വിഷ്ണുവും തമ്മിൽ കണ്ടുമുട്ടുമെന്ന് എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയായിരുന്നു. പക്ഷേ നമ്മുടെ എല്ലാ ആകാംക്ഷകളെയും പ്രമോഷനാണ് ഭയങ്കരമായിട്ട് വലിച്ചു നീട്ടിയത്. പ്രമോഷൻ പ്രകാരം ശാലിനി വന്ന് ഇറങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷേ ശാലിനി അവിടെ വരുന്നുണ്ട്, ഇവൻറ്റിൽ പങ്കെടുക്കാനായിട്ട് വരുന്നുണ്ട്, അതായത് വാർഷികത്തിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട് ഹോട്ടലിൽ. പക്ഷേ ശാലിനി എന്താണ് വിഷ്ണുവിനെ കാണുന്നില്ല. പകരം തേജസ്വിനിൻ്റെ അടുത്ത് എന്താണ് എനിക്ക് പകരം കളക്ടറായിട്ട് അവിടെ വരാൻ പറ്റുമെന്ന് റിക്വസ്റ്റ് ചെയ്യുവാണ് ശാലിനി. അപ്പം തേജസ്വിനി അതിന് സമ്മതിക്കുന്നു. അങ്ങനെ തേജസ്വിനിയെ കളക്ടറായിട്ട് കാണുമ്പോഴത്തേക്കും വിഷ്ണു ഭയങ്കര ഡെസ്പാവുന്നു. കാരണം വിഷ്ണു ശാലിനിയെ പ്രതീക്ഷിച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് ഇത്രയും എക്സൈറ്റഡ് ആയിട്ട് ഇത്രയും ഒരുക്കങ്ങളൊക്കെ നടത്തി കൂട്ടിയത്. അപ്പം അതൊന്നും നടന്നില്ലെന്ന് പറഞ്ഞപ്പോഴത്തേക്കും വിഷ്ണു ഭയങ്കര സങ്കടമായിട്ട് വിഷ്ണു മാറി നിൽക്കുന്നത് കാണാം. അപ്പം നാളത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോഴത്തേക്കും അപ്പം വിഷ്ണുവിൻ്റെ ഡെസ്പിൽ നിന്ന് തന്നെ തുടങ്ങുവാണ്. അതിന് മുന്നേ വിഷ്ണു ചോദിച്ചല്ലോ അപ്പം ഇത് തന്നെയാണ് കളക്ടർ എന്നൊക്കെ കൺഫർമേഷനൊക്കെ നടക്കുന്നത്. ശാലിനി ഇവിടെ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാലിനി അതേ ഈവൻറ്റിൽ തന്നെ ആ ആനിവേഴ്സറി കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ശാലിനി തൻ്റെ സാരി ആണെങ്കിൽ തലയിൽ കൂടെ ഇട്ടിങ്ങനെ നമ്മൾ ഷോൾ എടുത്തില്ലേ അതുപോലെ ഇട്ടിട്ട് അവിടെ ആരാന്നറിയാത്ത രീതി ഇരിക്കുകയാണ്. അപ്പോൾ ശാലിനി ഇരിക്കുന്നതിൻ്റെ ചെയറിൽ ശാലിനി ഇരിക്കുന്നെങ്കിൽ അതിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് തന്നെ വിഷ്ണു ഉണ്ട്. പക്ഷേ രണ്ടുപേരും തമ്മിൽ കാണുന്നില്ല. ശാലിനി പക്ഷേ വിഷ്ണുവിനെ കണ്ടു. അപ്പം കുറച്ചും കൂടെ സാരി മുഖത്തേക്ക് വലിച്ചിടുന്നു. അപ്പം ഇവിടെ ചീഫ് ഗസ്റ്റായിട്ട് തേജസ്വിനി ഫ്രണ്ട് റോയിൽ സത്യഭാമയുടെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ സംസാരിക്കുന്നു. അപ്പം സ്റ്റേജിൽ പിള്ളേരുടെ പരിപാടി. അപ്പം പിള്ളേരുടെ പരിപാടിയും കൂടെ കണ്ടിട്ട് അതായത് പത്മിനിയും പിന്നെ ശാലിനിയുടെ മോളും കൂടെ തന്നെയാണ് ഈ പെർഫോമൻസ് ചെയ്യുന്നത്. അതായത് സത്യഭാമ എന്ന് പറഞ്ഞ ശാലിനിയുടെ മോളും പത്മിനി രണ്ടുപേരും കൂടെയാണ് ഈ പെർഫോമൻസ് നടത്തുന്നത്. അപ്പം ഇത് കാണാൻ വേണ്ടിയിട്ടും കൂടെ കളക്ടർ വെയിറ്റ് ചെയ്യുന്നതിന് എല്ലാവരും കളക്ടറിനെ അഭിനന്ദിക്കുന്നു. കാരണം കുഞ്ഞുങ്ങളുടെ പരിപാടി കാണാനും കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. അപ്പം അവരുടെ പ്രോഗ്രാം കാണുമ്പോഴത്തേക്കും തേജസ്വിനി സത്യഭാമൻ ചോദിക്കുന്നു, ആ കുട്ടിയെ അറിയാവോ? ആ കുട്ടിയുടെ അമ്മ എനിക്കറിയാവുന്നതാണ്. അപ്പം അവരുടെ അച്ഛനും അമ്മയൊക്കെ മാറിയല്ലേ നിൽക്കുന്നത്, അവർ തമ്മിൽ ഭയങ്കര അടുപ്പമാണോ വല്ല പിണക്കത്തിൽ തന്നെയാണോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ സത്യഭാമ പറയുന്നത് എനിക്ക് അത്രയും ഡീറ്റെയിൽസ് ആയിട്ട് അറിയത്തില്ല, അങ്ങനെയാണെങ്കിൽ ഒന്ന് അടുപ്പിക്കേണ്ടേ എന്ന് തേജസ്വിനി സത്യഭാമയോട് ചോദിക്കുന്നു. അങ്ങനെ കുറച്ച് ഷാലിനിയിലേക്ക് ഒരു മനസ്സ് ചിന്തിക്കത്തക്ക രീതിയിൽ കുറേ കാര്യങ്ങൾ തേജസ്വിനി സത്യഭാമയോട് ചോദിക്കുന്നു. അപ്പോൾ നടക്കുമ്പോഴത്തേക്കും സ്റ്റേജിലെ പ്രോഗ്രാമിന് ആദ്യം കുട്ടികൾ രണ്ടുപേരും ഒരു ഡാൻസ് ചെയ്യുന്നു. പിന്നെ അതിനുശേഷം അവർക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയെക്കുറിച്ച് പറയാനുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതിനകത്ത് ആദ്യം തന്നെ പത്മിനിയാണ് പറയുന്നത്. അപ്പം പത്മിനി പറയുന്നു അച്ചച്ചനെ ഇഷ്ടമാണ്, അച്ചച്ചൻ എന്നെ ഭയങ്കര കെയർ ചെയ്യും, അമ്മമ്മ എനിക്കെല്ലാം മേടിച്ച് തരും, പിന്നെ അമ്മ എന്നെ നല്ലപോലെ നോക്കും, എനിക്ക് വയ്യെങ്കിൽ നോക്കും, അമ്മ എനിക്ക് ചോറ് വാരി തരും, മുടി കെട്ടിത്തരും എന്നൊക്കെ പത്മിനി പറയുന്നു. എനിക്ക് എൻ്റെ അച്ഛനെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട വ്യക്തി എന്ന് പറയുമ്പം എൻ്റെ വല്യച്ഛനാണ്, എൻ്റെ വിഷ്ണു അച്ഛൻ എന്ന് പറഞ്ഞിട്ട് പറയുന്നു. അത് കേൾക്കുമ്പോഴത്തേക്കും ശാലിനിയുടെ കണ്ണ് നിറയുന്നു, വിഷ്ണുവിൻ്റെ കണ്ണ് നിറയുന്നു. അപ്പം അങ്ങനെ വല്യച്ഛൻ കഥ പറഞ്ഞു തരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പത്മിനി വല്യച്ഛനാണ് പറയുന്നത്, അതായത് വിഷ്ണുവിനെ സ്വന്തം അച്ഛനാണെന്നറിയാതെ തന്നെ പത്മിനി പറയുന്ന മൊത്തം അച്ഛനെക്കുറിച്ച്. ഇത് കേൾക്കുമ്പോഴെല്ലാം ശ്യാമയുടെ മുഖത്താണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. നാളെ എൻ്റെ കുട്ടി അല്ലാതായി മാറുമോ എന്നുള്ള ഒരു ടെൻഷൻസും ഉണ്ട്. പിന്നെ അതിനുശേഷം ശാലിനിയുടെ മോള് അതായത് സത്യഭാമ സംസാരിക്കുന്നു. അപ്പം പറയുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ അമ്മ മാത്രമാണ് എല്ലാം ചെയ്തു തരുന്നത്, അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അമ്മ എൻ്റെ ലൈഫാണെന്നൊക്കെ പറയുന്നു. പക്ഷേ എന്നിരുന്നാൽ അമ്മ എനിക്ക് ഉറങ്ങുമ്പോൾ പാട്ട് പാടിത്തരും, എല്ലാം ചെയ്തു തരും. അമ്മ ഇത്ര തിരക്കുണ്ടെങ്കിലും എല്ലാ കാര്യവും എന്നെ സ്കൂളിൽ കൊണ്ടുവിടുന്നത്, തിരിച്ച് പിക്കപ്പ് ചെയ്യുന്നില്ല, അമ്മ തന്നെയാണെന്ന് പറയുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ സത്യഭാമയ്ക്ക് ഭയങ്കര എന്തൊരു നല്ലൊരു വ്യക്തി, കാരണം ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലോ എന്ന രീതിക്കകത്ത്. കാരണം അതിന് മുമ്പ് സത്യഭാമ പറയുന്നുണ്ട് തേജസ്വിനി അടുത്ത് ആ കുട്ടിയുടെ അച്ഛമ്മയുടെ പേരാണ് ഇട്ടിരിക്കുന്നത്, ഇന്നത്തെ കാലത്ത് ഏത് മരുമക്കളിടും, അങ്ങനത്തെ മരുമക്കളൊക്കെ ഇടുന്ന ഭാഗ്യമാണെന്നൊക്കെ പറയുന്നുണ്ട്. സ്വന്തം മരുമകളെന്ന് അറിയുന്നില്ല. അപ്പോഴത്തേക്കും പക്ഷേ എന്നിരുന്നാൽ എനിക്ക് ഇതെല്ലാം എൻ്റെ അച്ഛൻ ചെയ്തു തരണമെന്നാണ്, ഞാൻ കണ്ടിട്ടേ ഇല്ലാത്ത, എനിക്ക് ഓർമ്മയിൽ പോലും ഇല്ലാത്ത എൻ്റെ അച്ഛൻ ഇതൊക്കെ ചെയ്തു തരണമെന്നതാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് സത്യഭാമ അതായത് ശാലിനിയുടെ മോള് അവിടെ പറയുന്നു. ഇത് കേൾക്കുമ്പോഴത്തേക്കും വിഷ്ണുവിന് സങ്കടമാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കേൾക്കുമ്പോൾ ശാലിനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമാവുന്നുണ്ട്. പക്ഷേ എന്നാലും അമ്മ യു ആർ ദ ബെസ്റ്റ്, യു ആർ മൈ ലൈഫ് എന്നൊക്കെ പറഞ്ഞാണ് സത്യ അത് പറയുന്നത്. അപ്പം അവിടെ ഇന്നത്തെ സീൻ കുറച്ച് ഇമോഷണൽ ആയിരുന്നു, ഇന്നലത്തെയും ഇമോഷണൽ തന്നെയായിരുന്നു. അതായത് വിഷ്ണു ശാലിനിയെ പ്രതീക്ഷിച്ചിട്ട് കാണാൻ പറ്റാത്തതൊക്കെ. സോ അത്രയും തന്നെയാണ് ഇന്നത്തെ അപ്ഡേറ്റ്. അതായത് ട്യൂസ്ഡേയുടെ എപ്പിസോഡ് മൊത്തം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു, ബൈ ബൈ.